രാഹുൽ ഈശ്വർ പാദപൂജയിൽ കേസെടുത്തതിനെ താങ്കൾ ന്യായീകരിക്കുകയാണോ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ RSS പറയുന്നത്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറയുന്നത് 99 101% ശരിയാണ്. പൂർണ്ണമായും അഡ്വക്കേറ്റ് അനിൽ വിളയിലിന്റെ നിലപാട് ഓരോ മലയാളിയുടെയും, സാധാരണക്കാരനായ ഓരോ മലയാളിയുടെയും, ഹിന്ദുവിന്റെയും ഒക്കെ നിലപാട് അത് തന്നെയായിരിക്കും. അദ്ദേഹത്തിനോട് കഴിഞ്ഞ ചർച്ചയിൽ ന്യൂസ് 18 ഇരുന്ന് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചും അയ്യപ്പ പവർ തർക്കത്തെക്കുറിച്ചും ഒക്കെ തർക്കിക്കുന്ന വ്യക്തിയാണ്. ജീവിതകാലം മുഴുവൻ ആ തർക്കം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഇവിടെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഓരോ സാധാരണ ഹിന്ദുവിനും ഞങ്ങളുടെ ഹിന്ദു സംസ്കാരത്തെ സൈഡ് ലൈൻ ചെയ്യാനും മാർജിനലൈസ് ചെയ്യാനും വേണ്ടി ഈ ലെഫ്റ്റ് ലിബറലുകൾ ചെയ്യുന്ന ഒരു പ്രക്രിയയായി മാത്രമേ ഇത് തോന്നൂ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലോകാരാധനായ പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം രാജ്യങ്ങളിലേക്ക് കടഞ്ഞു നിന്ന് വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാരുടെ കാല് കഴുകുന്നു. യേശുദേവൻ കാല് കഴുകുന്നു. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, വിവേകാനന്ദൻ, ഞാൻ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ യേശുവിന്റെ കാലെന്റെ ഹൃദയ രക്തം കൊണ്ട് കഴുകുമായിരുന്നു. നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ, ചട്ടമ്പി സ്വാമിയുടെ, ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ, മഹാത്മാ അയ്യങ്കാളിയുടെ അടക്കമുള്ള വലിയൊരു സാംസ്കാരിക ധാരയുള്ള നാടാണ്. ഗുരുക്കന്മാരെ, മുതിർന്നവരെ റെസ്പെക്റ്റോടെ കാണുന്നതാണ്. ഈ കാര്യങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നത് കപട മതേതരത്വമാണ്. അഥവാ ഈ ഇടത് ലിബറൽ സോകോൾഡ് പ്രോഗ്രസീവ് സെക്കുലറിസം വിശ്വാസത്തെ, സംസ്കാരത്തെ, പാരമ്പര്യത്തെ ഹനിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നേരെ തിരിച്ച് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കാലിൽ തൊട്ട് തൊഴുന്നത്, നമ്മൾ അതിനെ അഭിമാനിക്കേണ്ടവരാണ്. നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കാൽ കഴുകുന്നത്, അത് നമ്മൾ അഭിമാനിക്കേണ്ടതാണ്. ഇതിൽ എന്താണ് പുരോഗമനവും അധോഗമനവും? കാലം എത്ര മാറിയാലും നമ്മൾ അച്ഛനെ അളിയാന്ന് വിളിക്കില്ലല്ലോ. പുരോഗമനത്തിന്റെ പേരിൽ നാളെ അച്ഛനെ അളിയാന്ന് വിളിക്കാൻ ആരും പറയില്ലല്ലോ. എന്തുകൊണ്ട് പറയില്ല? കാര്യം നമ്മൾ കുടുംബത്തിൽ വിശ്വസിക്കുന്ന, സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, മുതിർന്നവരിൽ വിശ്വസിക്കുന്നവരാണ്. അവിടെയാണ് കബീർദാസ് പറയുന്നത്, മഹാനായ കബീർദാസ് പറയുന്നു, ഗുരുവും ദൈവവും എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെയാണ് വണങ്ങുക. കാര്യം ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. ആ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതല്ലേ. രാഹുൽ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇവിടെ എതിർക്കുന്നവർ പറയുന്നത്. അല്ല ശ്രീ മഞ്ജുഷ്, ഓർക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ മക്കൾ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലടക്കം കാണാം. ഷാറൂഖ് ഖാൻ അദ്ദേഹം മുസ്ലിം മതവിശ്വാസിയാണ്. നമ്മുടെ മോഹൻലാലിനെ കണ്ടപ്പോ, മമ്മൂട്ടിയെ കണ്ടപ്പോ ലാലേട്ടന്റെ കാലിൽ തൊട്ടുവിടുന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് നമ്മുടെ ഭാരതീയ പൈതൃകമാണ്. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സംസ്കാരമാണ്. ആ സംസ്കാരം എന്താ? നമ്മുടെ മുതിർന്നവർക്ക് മുമ്പിൽ സർ ചുക്കാന, ഹിന്ദി പറഞ്ഞാൽ സർ ചുക്കാന, അല്ലെങ്കിൽ നമ്മൾ തല കുമ്പിടുന്നു. നമ്മൾ ദൈവത്തെ കാണുമ്പോ, ഗുരുക്കന്മാരെ കാണുമ്പോ, അച്ഛനമ്മമാരെ കാണുമ്പോ യഥാർത്ഥത്തിൽ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മനഃപൂർവ്വം ഈ സൂംബ വിഷയമൊക്കെ കഴിഞ്ഞ് മുസ്ലിം സംഘടനകൾക്കെതിരെ ഒരു നിലപാടെടുക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ബാലൻസ് ചെയ്ത് ഹിന്ദു സംഘടനകൾക്കെതിരെയും ഹിന്ദു സംസ്കാരത്തിനെതിരെയും കൂടെ ഒരു നിലപാടെടുക്കാം. അങ്ങനെ തങ്ങളുടെ മതേതര മുഖം വെളിവാക്കാവുന്ന ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണ്. അങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. RSSന്റെ സ്കൂളുകളിൽ, മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്കൂളുകളിൽ, ശ്രീ രവിശങ്കർജിയുടെ സ്കൂളുകളിൽ, ഞാൻ ചിന്മയിലും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ചിന്മയിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഉള്ള സംസ്കാരം ഇതാണ്. അവിടെയാണ് ഏതെങ്കിലും മതത്തോട്, സംസ്കാരത്തോട് ബഹുമാനം കാണിക്കുന്ന ഒരു കുറവല്ല. യഥാർത്ഥത്തിൽ എന്റെ സുഹൃത്താണ് വസന്ത് തെങ്ങുംപള്ളിജി അടക്കം പറയുന്നത് ഈ നെഹ്റൂവിയൻ സെക്കുലറിസമാണ്. നമുക്ക് വേണ്ടത് ഗാന്ധിയൻ പ്ലൂറലിസമാണ്. നെഹ്റൂവിയൻ മതേതരത്വമല്ല, ഗാന്ധിയൻ മതസൗഹാർദ്ദമാണ് ഇന്ത്യയുടെ ആത്മാവ്. മതം, സംസ്കാരം, ആത്മീയത, ധാർമ്മികത, മര്യാദ, പൈതൃകം, ഹെറിറ്റേജ്, ഹിസ്റ്ററി, ഇതിനെയെല്ലാം ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. സാധാരണ ഹിന്ദുക്കൾക്ക്, സാധാരണ മലയാളികൾക്ക്, നമ്മളെല്ലാം അങ്ങനല്ലേ. മഞ്ജുഷ് അടക്കം പഠിച്ച സ്കൂളുകളിൽ ഗുരുക്കന്മാരുടെ കാല് തൊട്ട് എഴുതിട്ടില്ലേ? അല്ലെങ്കിൽ പാദപൂജ അടക്കമുള്ള വ്യത്യസ്ത സാംസ്കാരിക ചടങ്ങുകൾ കണ്ടിട്ടില്ലേ? ആ സാംസ്കാരിക ചടങ്ങുകൾക്ക് വേർതിരിവ് കാണാം. ചില സ്കൂളുകൾ ഒന്നായിരിക്കും, ചില സ്കൂളിൽ വേറൊന്നായിരിക്കും. പക്ഷെ ഗുരുക്കന്മാരെ ആദരിക്കാൻ പഠിപ്പിക്കുന്ന മഹത്തരമായ സംസ്കാരം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇതിന് നമുക്ക് രാഷ്ട്രീയം കൊണ്ടുവരരുത്. നമ്മുടെ സംസ്കാരത്തിന്റെ